കപ്പലിൽ നിന്നും കരയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 2002 മർച്ചന്റ് നേവി ജോയിൻ ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് കത്തെഴുതലായിരുന്നു. ഓരോ കരയിലെത്തുമ്പോഴും നമ്മൾ എഴുതിയ കത്ത് ഏജൻ്റ് കയ്യിൽ കൊടുക്കുകയും അതേപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ വരുന്ന കത്ത് മീൻസ് നമ്മൾക്ക് ഏജൻറ്റ് കൈമാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി 2003, 2004 കാലയളവിൽ കത്തൊക്കെ മാറിയിട്ട് ഇമെയിൽ സിസ്റ്റം വന്നു തുടങ്ങി മർച്ചന്റ് നേവിയിൽ. നമ്മുടെ ഓർക്കൂട്ടും യാഹൂ മെസ്സഞ്ചറൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലം. 2010-12 കാലയളവിലാണ് ഇൻ്റർനെറ്റ് പോപ്പുലറായി തുടങ്ങിയത്. അതിൽ നിന്നും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴത്തെ കാലയളവിൽ വരുന്നൊരു ഇൻ്റർനെറ്റാണ് സ്റ്റാർലിങ്ക്സ്. പക്ഷെ നമ്മുടെ കപ്പലിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് വിസാറ്റാണ് കേട്ടോ. നമ്മുടെ കപ്പലിൽ ഇമെയിലും ഇൻ്റർനെറ്റും വോയിസ് കോളും ഒക്കെ പോകുന്നത് ഈ വിസാറ്റിൽ കൂടിയിട്ടാണ്. നമ്മുടെ വിസാറ്റിൻ്റെ ആൻറ്റിന ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. അത് കാരണമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ട്രബിൾ എന്തൊക്കെയാണ്. അത് കാരണം ഇപ്പോൾ നെറ്റ്വർക്കൊന്നും കിട്ടുന്നില്ല. ഇത്ര കറണ്ട് അടുത്ത് പോയിട്ട് പോലും നമുക്ക് നെറ്റ്വർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സിസ്റ്റം ഫുൾ ഓഫാണ്. വാട്സപ്പോ ഇൻ്റർനെറ്റോ ഒരു കണക്ഷനും ഇല്ല. അങ്ങനെയുള്ള വിസാറ്റ് ഒരു സമയത്ത് പണി മുടക്കിയപ്പോൾ ഞാനും ഇലക്ട്രിക്കൽ ഓഫീസറും കൂടിയിട്ട് അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതിൽ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന കോമ്പണൻ്റ് ആണ് ഡിഷ്, ട്രാൻസ്മിറ്റർ, റിസീവർ ആൻഡ് ഔട്ട്ഡോർ യൂണിറ്റ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ മങ്കി ഐലൻഡിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. സാറ്റലൈറ്റിൻ്റെ ടെക്നീഷ്യൻ അലൈൻ ചെയ്ത് പ്രോപ്പർ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ കമ്മീഷനും നടത്തിയിട്ടാണ് ടെക്നീഷ്യൻ പോകുന്നത്. നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജും ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും സ്പേസിലുള്ള സാറ്റലൈറ്റ് അത് റിസീവ് ചെയ്യുകയും അതിനുശേഷം സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ നേരെ കരയിലുള്ള ഡിഷിലോട്ട് പോയി അവിടുന്ന് റിസീവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഇതുകൂടി സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമുക്ക് കരയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആകെ ഒരു വഴിയാണ് സാറ്റ്സി. 32 KB മാത്രം ലെങ്ത് വരുന്ന മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് വേണം ഇതൊരു പാക്കേജ് ഫോമിലേക്ക് അയക്കാൻ വേണ്ടി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.